RK ഇംഗ്ലീഷ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷിനെ സംബന്ധിക്കുന്ന പഠിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. I think this opportunity is helping your writing and speaking. I have realized you have understand what is a sentence and its classification. A sentence classification is its subject and predicate. Again, you have studied its different classification. Once again, a sentence has two parts, subject and predicate. Subject must contain a noun or a pronoun and a predicate must contain a verb or a helping verb. According to the functions of words in a sentence, it can be divided into 8 parts named parts of speech. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഒരു വാക്യത്തിൽ വാക്കുകളുടെ ധർമ്മമനുസരിച്ച് അവയെ 8 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എന്ന്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നിൽക്കുന്നത് നൗണാണ്. പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഇങ്ങനെ 8 വകഭേദങ്ങളുണ്ടെങ്കിലും ഈ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിളിനെ സംബന്ധിച്ച് വിശദമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. How many words do you know in English approximately? 100 words, 1000 words, 2000 words, 5000 or 10,000? Imagine you know only 100 words. Can you speak English fluently? No. The more words you know, the more fluently you can speak English. If you know 2000 words in English, you should make it 10,000 words. 10,000 words, you should make it 1 million and like that. Study new word is one's responsibility. I cannot study word for you and you cannot study word for me. Very often when we have studied new words, we have a tendency to forget it. Why? Because we do not use them. 100 കണക്കിന് 200 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വാക്കുകൾ നമുക്ക് അറിയാമെങ്കിലും പുതിയ പുതിയ വാക്കുകൾ പഠിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഡൻസി ഉള്ളത് പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ടെൻഡൻസി എങ്ങനെ മാറ്റിയെടുക്കാം? ഇങ്ങനെ മറന്നു പോകാനുള്ള കാരണം നമ്മൾ പഠിച്ച വാക്കുകൾ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കണ്ടാണ്. How to remember the new words that you study? You have to use them consciously today, tomorrow, like that for 7 days. As a result, these words will come to you whenever you want to use them. You have to have a collection of words that go with your profession so that you can enjoy your profession as best as possible.
ഇമാജിൻ, നിങ്ങളുടെ കയ്യിൽ ഒരു ഡിക്ഷണറി ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 5 ലക്ഷത്തോളം വാക്കുകളുമുണ്ട്. അതിൽ നിന്ന് ഒരു വാക്ക് എടുക്കുക. ഞാൻ ഈറ്റ് എന്ന വാക്കാണ് എടുക്കുന്നത്. EAT, ഈറ്റ്, തിന്നുക എന്നർത്ഥം. ഇത് ഏത് വിഭാഗത്തിൽ വരുന്ന വാക്കാണ്? ചിന്തിച്ചു നോക്കൂ. തിന്നുക അതൊരു ക്രിയ എന്ന വിഭാഗത്തിൽ വരുന്നതല്ലേ? ക്രിയാവിഭാഗത്തിൽ വരുന്നതല്ലേ തിന്നുക എന്ന ക്രിയ? ഇംഗ്ലീഷിൽ അത് വെർബ് എന്ന വിഭാഗത്തിൽ വരുന്നു. അങ്ങനെ ഏതൊരു വാക്ക് കയ്യിൽ കിട്ടിയാലും അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കണം. മറ്റൊരു വാക്ക് നോക്കാം. ജമ്പ്. ജമ്പ് എന്നാൽ ചാടുക എന്നാണ്. ഇതും ഒരു ക്രിയയാണ്, ഒരു വെർബാണ്. ഹിമാലയ, ഇത് ഒരു പർവ്വതത്തിൻ്റെ പേരാണ്, അതായത് ഒരു നാമപദമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ നൗൺ എന്ന് പറയുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സെൻറ്റൻസിലെ വാക്കുകളെ പലതായി വിഭജിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ പലതായി വിഭജിച്ച് അല്ലെങ്കിൽ കീറിമുറിച്ച് കെട്ടുന്ന പാർട്സിനാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്, ശബ്ദവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് വിശദമായി പഠിക്കാം. ഇതിൽ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന ആളാണ് നൗൺ, അതായത് നാമം എന്നത്. വാട്ട് ഈസ് എ നൗൺ, അല്ലെങ്കിൽ നാമം എന്നാൽ എന്താണ്? വളരെ താഴ്ന്ന ക്ലാസ്സിൽ തന്നെ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. എ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ ശബ്ദമാണ് നാമം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സൂസൻ ഈസ് എ ലായർ. സൂസൻ ഒരു വക്കീലാണ്. ഇൻ ദിസ് സെൻറ്റൻസ് സൂസൻ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ. സോ സൂസൻ ഈസ് നൗൺ. ഈ വാക്യത്തിൽ സൂസനാണ് പേരായ ശബ്ദമായി വരുന്നത്. അതുകൊണ്ട് സൂസൻ എന്നത് നൗൺ ആണ്. അനദർ എക്സാമ്പിൾ, ബൈബിൾ ഈസ് എ ഹോളി ബുക്ക്. ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ഹിയർ ബൈബിൾ ഈസ് ദ നെയിം ഓഫ് എ ബുക്ക്. സോ നൗൺ ഈസ് ബൈബിൾ. The third example, Mumbai is a big city in India. Mumbai is the name of a place in India. അപ്പോൾ മുംബൈ എന്നതും ഒരു നൗണാണ്. ഇതുപോലെ ഏതൊരു സെൻറ്റൻസിൻ്റെയും ഘടന പരിശോധിച്ചാൽ നൗൺ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയും. Where does noun comes in the sentence? It will be seen later. അതായത് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പറയാം. ഒരു വാക്യത്തിൽ എവിടെയാണ് നൗണിൻ്റെ സ്ഥാനമെന്നത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ഏതൊക്കെ തരത്തിലുള്ള നൗണുകൾ ഉണ്ടെന്ന് പഠിക്കണം. അപ്പം നൗൺ എന്നത് പൊതുവായി പറഞ്ഞത് ഒരു
വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെ പേരായ ശബ്ദമാണെന്ന് പറഞ്ഞു. അതൊരു കോമൺ ഫാക്ടറാണ്. എന്നാൽ കുറേ വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവയിലെല്ലാം അന്തർലീനമായിട്ടുള്ള ചില സവിശേഷതകളുണ്ടെന്ന് മനസ്സിലാവും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സി ദി എക്സാമ്പിൾസ്. ഗോവിന്ദ്, ജോൺ, രമ്യ, ഡൽഹി, ട്രിവാൻഡ്രം, etc. These are names of particular person, places or things are called proper nouns. നാമത്തിൻ്റെ അല്ലെങ്കിൽ നൗണിൻ്റെ കാറ്റഗറിയിലെ ഒന്നാമത്തെ ആളാണ് പ്രോപ്പർ നൗൺ. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ സാധനങ്ങളെക്കുറിച്ചോ പറയുമ്പോഴാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന് സംജ്ഞാനാമം എന്നൊക്കെ പറയും. Now I am going to introduce more nouns in English for studying other categories of nouns. കുറച്ച് പദങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പ്രോപ്പർ നൗൺ ആണെന്ന് പറഞ്ഞു, പർട്ടിക്കുലർ വ്യക്തികളെക്കുറിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞു, ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് പറയുന്നതാണ്, ഒരു പ്രത്യേക സാധനങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഉദാഹരണങ്ങൾ നോക്കൂ. ബോയ്, ബോയ്സ്, സ്റ്റേറ്റ്, റിവർ, കോർട്ട്, സ്കൂൾ, റോഡ്, ഫാദർ, മദർ, അങ്കിൾ, ടീച്ചർ, സ്റ്റുഡൻറ്റ്, കൗ, ഹോഴ്സ്, എലഫൻറ്റ്, birds, fish, etc. Notice these names. These are not specific names of person, place or thing. These are general names or class names. Therefore, these names in English called common noun. ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ചോ സാധനങ്ങളെക്കുറിച്ചോ പറയാത്ത പൊതുവായി പറഞ്ഞ കുറേ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ബോയ്, ബോയ്, സ്റ്റേറ്റ്, റിവർ, കോർട്ട്, സ്കൂൾ, റോഡ്, ഫാദർ, മദർ, etc. അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവായി വരുന്ന കാര്യങ്ങൾ പറയുന്ന നാമങ്ങൾക്കാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ഇറ്റ് ഡിഫൈൻഡ്? കോമൺ നൗൺസ് ആർ നെയിംസ് that can be applied to any one of a class of persons, place or things. കോമൺ നൗണിന് പൊതുനാമം എന്ന് ഒക്കെ പറയാം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി, തികച്ചും വ്യത്യസ്തമായി ചില പദങ്ങളെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ കണ്ടുമുട്ടാറുണ്ട്. അവ ഏതാണെന്ന് നോക്കാം. ഫാമിലി, യൂണിയൻ, ആർമി, ക്ലബ്ബ്, കമ്പനി, ഗവൺമെൻറ്, ടീം, etc. In these words, you see that these are used to denote as a whole. മൊത്തത്തിൽ മുഴുവനായിട്ട് ചിത്രീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിനെ മുഴുവനായിട്ടും പൊതുവേ പറയാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് മേൽപ്പറഞ്ഞ പദങ്ങൾ. ഇവയ്ക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നെയിംസ് എന്ന്, സർവനാമം എന്നൊക്കെ പറയാം. ഏകവചനത്തിൻ്റെ രൂപവും ഒന്നിലധികം ആളുകളെയോ വസ്തുക്കളെയോ പരാമർശിക്കുന്നതോ ആയ രൂപമാണ് ഈ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം വസ്തുവുണ്ട്, ഒരു കൂട്ടം സാധനങ്ങളുണ്ടെന്നൊക്കെ തോന്നുമ്പോൾ അതിൻ്റെ രൂപം ഒരു ഏകവചനത്തിൻ്റെ രൂപമാണ്, ഒരു സിംഗുലർ ഫോം ആയിരിക്കാം. പക്ഷേ ഒരുപാട് വസ്തുക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പദവിഭാഗങ്ങളാണ് ഈ പറഞ്ഞ കളക്റ്റീവ് നൗൺസ്. അതായത് ഫാമിലി,
ഫാമിലി എന്ന് പറയാൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. യൂണിയൻ, അതും എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. ആർമി, ക്ലബ്ബ്, കമ്പനി, ഗവൺമെൻറ്, ടീം, എക്സെട്ര. ക്രമേണ പഠിച്ചിരിക്കേണ്ട ചില കളക്റ്റീവ് നൗൺസ് ഉണ്ട്. അത് കുറച്ചെണ്ണം ഞാൻ പറയാം. കളക്റ്റീവ് നൗൺസ് ഫോർ ബീസ്, തേനീച്ചകൾ. സ്വാം എന്നാണ് അതിന് പറയുക. കളക്റ്റീവ് നൗൺസ് ഫോർ ഫിഷ്, ഷോൾ. കളക്റ്റീവ് നൗൺസ് ഫോർ ഷിപ്സ്, ഫ്ലീറ്റ്. കളക്റ്റീവ് നൗൺസ് ഫോർ ഷീപ്പ്, ഹെർഡ്. കളക്റ്റീവ് നൗൺസ് ഫോർ ലയൺ, പ്രൈഡ്. ഇങ്ങനെ ഒരുപാട് പദങ്ങൾ ഇങ്ങനെ കളക്റ്റീവ് നൗണായിട്ട് വാക്യങ്ങളിൽ കടന്നുകൂടുന്നുണ്ട്. അവ ഓരോന്നും തരംതിരിച്ച് പഠിക്കണം. അതിനുള്ള അവസരങ്ങൾ പിന്നീട് ഉണ്ടാകും. എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ ഓബ്ജക്റ്റ് ഓഫ് സെയിം കൈൻഡ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ ഹോൾ ഈസ് കോൾഡ് കളക്റ്റീവ് നൗൺ. അപ്പോൾ ഉദാഹരണങ്ങൾ പഠിച്ച് ആ ഉദാഹരണങ്ങളിലൂടെ അവയുടെ സ്വഭാവം മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ തരത്തിലുള്ള നാമരൂപങ്ങളെ, നൗണിനെ നമ്മൾ മനസ്സിലാക്കിയത്. ജസ്റ്റ് എക്സാമിൻ ദ ഫോളോയിങ് വേർഡ്സ്. ഇനി പറയുന്ന ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഹോണസ്റ്റി, ട്രൂത്ത്, ബ്ലാക്ക്നെസ്, സ്പീഡ്, ലോയൽറ്റി, പ്രൈഡ്, ട്രസ്റ്റ്, ക്വിക്ക്നെസ്, സ്ലോനെസ്, എബിലിറ്റി, ക്രുവൽറ്റി, kindness. These names are names of either good or bad. നല്ലത് ചീത്ത എന്നതിനെക്കുറിച്ച് തരംതിരിക്കുന്ന കുറേ വാക്കുകളാണ് ഇവിടെ കണ്ടത്. അതായത് ഓണസ്റ്റി, ട്രൂത്ത്, ബ്ലാക്ക്നെസ്, സ്പീഡ് എന്നൊക്കെയുള്ളത്. The speciality of these names is that you cannot touch or see. This we call it names of quality. These names are called abstract nouns. നമുക്ക് തൊട്ടുനോക്കാനോ കാണാനോ കഴിയാത്ത ചില വസ്തുതകളടങ്ങുന്ന വാക്കുകളാണ് നമ്മളിവിടെ കണ്ടത്. ഇതിൻ്റെ ഗുണമാണ്, ക്വാളിറ്റിയെക്കുറിച്ചാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നാമങ്ങൾക്ക് പറയുന്ന പേരാണ് അബ്സ്ട്രാക്റ്റ് നൗൺ, ഗുണനാമം എന്നൊക്കെ പറയാം. അത് ഓണസ്റ്റി, ട്രൂത്ത്, ബ്ലാക്ക്നെസ്, സ്പീഡ്, ലോയൽറ്റി, പ്രൈഡ്, ട്രസ്റ്റ്, ഇതൊന്നും നമുക്ക് തൊട്ടറിയാൻ കഴിയില്ല, കണ്ടറിയാൻ കഴിയില്ല. ഇതൊരു അനുഭവമാണ്. അപ്പോൾ ഇത് ക്വാളിറ്റിയെ സംബന്ധിക്കുന്ന പേരായ ശബ്ദങ്ങളാണ്. അപ്പോൾ ഇതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. ഇനി ഒന്ന് രണ്ട് ഉദാഹരണം നോക്കൂ. റണ്ണിങ്, ജമ്പിങ്, കറക്റ്റിംഗ്, റൈറ്റിംഗ്, സ്വീയിങ്, സ്പീക്കിംഗ്. അതായത് റൺ എന്ന ക്രിയാരൂപത്തോടുകൂടി ING ചേർത്ത് വരുന്നതാണ് റണ്ണിങ്. അതേപോലെ ജമ്പ് എന്ന ക്രിയാരൂപത്തോടുകൂടി ING ചേർത്തപ്പോൾ ജമ്പിങ് ആയി. അപ്പോൾ ഇങ്ങനെ റണ്ണിങ്, ജമ്പിങ്, കറക്റ്റിംഗ്, റൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ, അതായത് ING ചേർന്നുണ്ടായ ഈ പദങ്ങൾ, ഇത് ഒരു നൗണായിട്ട് സെൻറ്റൻസിൽ ഉപയോഗിക്കും. ഒരു നാമപദമായിട്ട്, അതായത് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ഏറെക്കുറെ നാമത്തിലാണ്. ഒരു സാധാരണ വാക്യം തുടങ്ങുന്നത്
നാമങ്ങൾ അല്ലെങ്കിൽ നൗണോ പ്രോനൗണോ ചേർത്തായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ക്രിയാരൂപങ്ങളുടെ ING രൂപങ്ങൾ ചേർത്ത് വരാറുണ്ട്. അങ്ങനെ വരുന്ന ING രൂപത്തിൽ വരുന്ന നാമങ്ങൾക്ക് പറയുന്ന പേരാണ് വെർബൽ നൗൺ. ഇതിന് മറ്റൊരു പേരുണ്ട്, ജെറണ്ട്. അതായത് റണ്ണിങ് എന്ന് നമ്മൾ പറഞ്ഞാൽ, അതായത് ഒരു സെൻറ്റൻസിലെ നൗൺ കഴിഞ്ഞ് ഒരു ക്രിയാരൂപത്തിനോടൊപ്പം ING ഫോം വന്നാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ റണ്ണിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ, റണ്ണിങ് ഒരു നല്ല ഗുണമാണ്, നല്ലൊരു സ്വഭാവ വിശേഷമാണെന്ന് പറയുമ്പോൾ ഇവിടെ റണ്ണിങ്ങിന് ഓട്ടം എന്നാണ് അർത്ഥം. ഹി ഈസ് സ്മോക്കിംഗ്, അവൻ പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് സ്മോക്കിംഗ് എന്ന ആ സെൻറ്റൻസിൽ സ്മോക്കിംഗ് എടുത്ത് ഫ്രണ്ടിലിട്ട് നോക്കി നമ്മളെപ്പോഴും സിഗരറ്റ് കവറുകളിൽ കാണാറുണ്ട് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന്. അപ്പോൾ ഇവിടെ ഈ സ്മോക്കിംഗ് എന്നത് വാക്യത്തിൻ്റെ തുടക്കത്തിൽ വന്നപ്പോൾ ഇവിടെ ഇതിന് പുകവലി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുകവലി എന്ന് പറയുന്ന ഒരു നാമമാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പുക വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഇവിടെ തുടക്കത്തിൽ ഈ സ്മോക്കിംഗ് വന്നാൽ അതൊരു ജെറണ്ടായിട്ട് മാറുകയാണ്. അതായത് ഒരു വെർബൽ നൗണായിട്ട് മാറും. ക്രിയാരൂപങ്ങളുടെ ING രൂപങ്ങൾ ഒരു വാക്യത്തിൽ നാമമായി വരാറുണ്ട്, അല്ലെങ്കിൽ നൗണായി വരാറുണ്ട്. അവയാണ് വെർബൽ നൗണ് അല്ലെങ്കിൽ ജെറണ്ട് എന്ന് പറയുന്നത്. തീർന്നില്ല. ഇംഗ്ലീഷിൽ നൗൺ വിഭാഗം ഇനി ഒരെണ്ണം കൂടി അവശേഷിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ലിസൺ ദ ഫോളോയിങ് വേർഡ്സ്: ഗോൾഡ്, സിൽവർ, സ്റ്റോൺ, സാൻഡ്. These are names of material. So called. This noun is material noun. ദ്രവ്യം നാമം എന്ന് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നാമരൂപങ്ങളാണ് നൗൺ എന്ന കാറ്റഗറിയിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉള്ളത്. ഒപ്പം പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒന്നാമത്തെ കാറ്റഗറിയായ നൗണിന് പല വകഭേദങ്ങളുണ്ട്, പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിന് എങ്ങനെയൊക്കെ പറയാം? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, വെർബൽ നൗൺ ഓർ ജെറണ്ട്, മെറ്റീരിയൽ നൗൺ. ഇങ്ങനെ 6 വകഭേദങ്ങളാണ് നൗണിന് ഉള്ളത്. ഇനി ഈ നൗണിന് ഒരു സെൻറ്റൻസിൽ എങ്ങനെ പ്രയോഗിക്കണം, എവിടെയൊക്കെയാണ് ഇതിന് സ്ഥാനം വരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥമായി വരുന്നത്, എന്തൊക്കെ തെറ്റുകൾ വന്നുകൂടാം എന്നൊക്കെയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് മിസ്സാവാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.